യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. സൂതൻ ശൗനകനോട് കഥ തുടർന്നു പറയുന്നു. പരീക്ഷിത് മഹാരാജാവ് സരസ്വതി നദീതീരത്തെത്തിയപ്പോൾ രാജവേഷം ധരിച്ച ഒരാൾ ഒരു പശുവിനെയും കാളയെയും വടികൊണ്ട് അടിക്കുന്നതായിട്ട് കണ്ടു. സ്വർണമയങ്ങളായ വസ്തുക്കൾ അണിഞ്ഞ് പരമശോഭയോടുകൂടിയ രഥത്തിൽ കയറിയിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് വില്ലിൽ ഞാൺ വലിച്ചുകെട്ടി ബാണം പ്രയോഗിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ഇടിവെട്ടുമ്പോഴുണ്ടാകുന്ന പോലെ ഗംഭീരമായ ശബ്ദത്തോടുകൂടെ ചോദിച്ചു, നീ ആരാണ്? എന്നെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഈ ലോകത്തിൽ ബലമില്ലാത്തവരെ ബലവാനായ നീ ബലാത്കാരമായിട്ട് ഹിംസിക്കുന്നു. കളിക്കാരൻ എന്ന പോലെ നീ വേഷം കൊണ്ട് രാജാവായിട്ടും പ്രവൃത്തി കൊണ്ട് രാജാവിനുണ്ടായിരിക്കേണ്ട സംസ്കാരമില്ലാത്തവനായി തരം താഴ്ന്നിട്ടുമിരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്ത് നിന്ന് മറഞ്ഞിരിക്കുന്ന അവസരത്തിൽ അപരാധം ചെയ്യാത്തവരെ ആരും കാണാതെ ഹിംസിക്കുന്ന നീ കുറ്റം ചെയ്തവനായിട്ടിരിക്കുന്നത് കൊണ്ട് വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. അടികൊണ്ടിരിക്കുന്ന ഋഷഭത്തിനോട് പരീക്ഷിത്ത് ചോദിക്കുന്നു, ഹേ ഋഷഭ, നീ ആരാണ്? താമരത്തണ്ടുപോലെ വെണ്മയോടുകൂടിയ നീ 3 കാലുകളും നശിച്ച് ഒരു കാൽ കൊണ്ട് നടക്കുന്നുവല്ലോ. നീ ഋഷഭരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് അധർമ്മം രാജ്യത്തിൽ നടക്കുന്നതിനെ കാട്ടിത്തന്നുകൊണ്ട് നമ്മെ വ്യസനിപ്പിക്കുവാനായി വന്നിരിക്കുന്ന ഏതെങ്കിലും ദേവനാണോ? പുരുവംശത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ പരമ്പരയായി വന്നിരിക്കുന്ന രാജശ്രേഷ്ഠന്മാരുടെ ബലമേറിയ കൈകളാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭൂതലത്തിൽ നീ ഒരുവൻ മാത്രം കണ്ണീരൊഴുക്കി കരയുന്നതല്ലാതെ മറ്റു യാതൊരുവരുടെയും കണ്ണിലെ വെള്ളം വീഴുന്നില്ല. നിനക്ക് മാത്രം ഈ വിധം ദുഃഖം എങ്ങനെ സംഭവിച്ചു എന്നാണ് ഞങ്ങൾക്കുള്ള ഖേദം. കാമധേനുവിൻ്റെ സന്താനമായ ഹേ ഋഷഭ, നീ വ്യസനിക്കേണ്ട. ശൂദ്രനിൽ നിന്ന് നിനക്ക് നേരിട്ടിരിക്കുന്ന ഭയത്തെ ഇപ്പോൾ തന്നെ തീർത്തു തരാം. ഹേ അംബ, ദുഷ്ടന്മാരെ ശാസിക്കുന്ന ഞാൻ ഇരിക്കുന്ന കാലം നിനക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല. മംഗളം ഭവിക്കട്ടെ. ഹേ ശോഭനശീലേ, ഏതൊരു രാജാവിൻ്റെ രാജ്യത്തിലുള്ള പ്രജകളിൽ ഏത് വർഗത്തിൽപ്പെട്ട ഏതൊരുവനെങ്കിലും ദുർജനങ്ങളിൽ നിന്ന് പേടിച്ചിരിക്കേണ്ടി വരുന്നുവെങ്കിൽ തൻ്റെ കൃത്യത്തെ വേണ്ടും വിധം നിർവഹിക്കാതെ ബുദ്ധിമാന്യത്തോടുകൂടെ കാലം കഴിക്കുന്ന ആ രാജാവിൻ്റെ കീർത്തിയും ആയുസ്സും ഐശ്വര്യാദികളിൽ നിന്നുണ്ടാകുന്ന ഭാഗ്യവും മരണാനന്തരം പ്രാപിക്കേണ്ടതായ പുണ്യലോകവും നശിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന ദുഷ്ടനിൽ നിന്നുള്ള ഭയത്തെ തീർത്ത് രക്ഷിക്കേണ്ടത് എൻ്റെ നന്മയ്ക്കാവശ്യമായ കാര്യമാകുന്നു. ഇങ്ങനെ ഋഷഭത്തിനോടും ആ ഗോമാതാവിനോടും പരീക്ഷിത് മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു. ദുഃഖിതന്മാരുടെ ദുഃഖം തീർക്കണമെന്നത് രാജാക്കന്മാരുടെ പരമധർമ്മമാകുന്നു. അതുകൊണ്ട് പ്രാണികളെ ദ്രോഹിക്കുന്ന ഏറ്റവും ദുഷ്ടനായ ഇവനെ ഞാൻ വധിക്കുന്നു. ഹേ കാമധേനുവിൻ്റെ സന്താനമേ, 4 പാദങ്ങളുള്ളവനല്ലേ നീ? ഇപ്പോൾ ഏകപാദം മാത്രമായിരിക്കുന്നുവല്ലോ. നിന്റെ മറ്റ് 3 പാദങ്ങളെ ഛേദിച്ചത് ആരാണ്? ശ്രീകൃഷ്ണന്റെ ധർമ്മോപദേശത്തെ അനുസരിച്ച് രാജ്യം പരിപാലിക്കുന്ന രാജാക്കന്മാരായ ഞങ്ങളുടെ രാജ്യത്തിൽ നിങ്ങളെപ്പോലെ ദുഃഖിക്കുന്നവർ ഉണ്ടാകാതിരിക്കണം. ഹേ ഋഷഭ, യാതൊരു അപരാധവും ചെയ്യാത്തവരും സാധുക്കളുമായ നിങ്ങൾക്ക് ക്ഷേമം വരണം. നിങ്ങളുടെ അംഗങ്ങളെ മുറിച്ച് വിരൂപന്മാരാക്കിയവർ ആരാണെന്ന് പറയുക. കുന്തിദേവിയുടെ മക്കൾക്ക് അവൻ അപകീർത്തിയെ ജനിപ്പിക്കുന്നു. അപരാധം ചെയ്യാതിരിക്കുന്ന ജനത്തെ ദ്രോഹിക്കുന്നവൻ ആരായാലും എവിടെയിരിക്കുന്നവനായിരുന്നാലും അവന് എന്നിൽ നിന്ന് ഭയമുണ്ടാകും. അസജ്ജനങ്ങളെ ദണ്ഡിച്ചാൽ സജ്ജനങ്ങൾക്ക് ക്ഷേമം ഭവിക്കും. അപരാധം യാതൊന്നുമില്ലാത്ത പ്രാണികളിൽ യാതൊരുവൻ മടികൂടാതെ ഉപദ്രവമേൽപ്പിക്കുന്നുവോ അയാൾ സാക്ഷാൽ ദേവനായിരുന്നാലും അവൻ്റെ ഭുജത്തെ തോൾവളയോടുകൂടെ മൂലച്ഛേദം ചെയ്യുന്നതാണ്. ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന മാർഗം തെറ്റാതിരിക്കേണ്ടത് എല്ലാവരുടെയും ധർമ്മമാകുന്നു. ഇതിനെയാണ് സ്വധർമ്മം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത്. ചിലപ്പോൾ ആപത്ത് നേരിടും. ആ സമയം ഈ സ്വധർമ്മത്തിൽ നിന്ന് അല്പാൽപം ഭേദിക്കാനിടവരാം. അതിനെ കുറ്റമായിട്ട് ഗണിച്ചുകൂടാ.
ആപത്തില്ലാതിരിക്കുമ്പോൾ സ്വധർമ്മത്തെ തെറ്റി നടക്കുന്നവരെ ശാസിക്കുന്നതും സ്വധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ശാസ്ത്രപ്രകാരം രക്ഷിക്കുന്നതും രാജാവിൻ്റെ പരമധർമ്മമാകുന്നു. അപ്പോൾ ഋഷഭം പറഞ്ഞു, പാണ്ഡവന്മാരുടെ കുലത്തിൽ ജനിച്ച അങ്ങ് ദുഃഖിക്കുന്നവർക്ക് അഭയത്തെ നൽകുന്ന ഈ മാതിരി വാക്കു പറഞ്ഞത് സമുചിതം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ പാണ്ഡവന്മാരുടെ സദ്ഗുണങ്ങൾ നിമിത്തമല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവർക്ക് വേണ്ടി ദൂത് പറയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തത്. ഹേ പുരുഷശ്രേഷ്ഠ, ഞങ്ങൾ വാദികളുടെ ബഹുവിധ വാക്യങ്ങൾ കൊണ്ട് ഭ്രമിച്ചവരായിട്ട് ദുഃഖത്തിന് കാരണമായിരിക്കുന്നവൻ ആരാണോ അവർ ആ പുരുഷനെ, അതായത് ആ ശ്രീകൃഷ്ണനെ അറിയുന്നില്ല. സുഖദുഃഖ കാരണങ്ങളെ മനസ്സുകൊണ്ട് ഊഹിക്കാനോ വാക്കുകൊണ്ട് പറയുവാനോ കഴിയാത്തതുകൊണ്ട് അതിന് കാരണം ദൈവമാണ് എന്ന് ഈശ്വരവാദികളായ ചിലർ അഭിപ്രായപ്പെടുന്നു. ഹേ രാജശ്രേഷ്ഠ, അങ്ങയുടെ ബുദ്ധിക്ക് ഉചിതമെന്ന് തോന്നുന്ന കാരണത്തെ അങ്ങ് തീർച്ചപ്പെടുത്തുകയാണ് നല്ലത്. ഞങ്ങൾക്ക് പറയുവാൻ ശക്തിയില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ഹേ ധർമ്മജ്ഞ, അങ്ങ് ധർമ്മത്തെ പറയുന്നതിനാൽ ഋഷഭരൂപത്തെ ധരിച്ചിരിക്കുന്ന ധർമ്മദേവൻ തന്നെയെന്ന് ഞാൻ അറിയുന്നു. പറഞ്ഞ ധർമ്മം എന്തെന്നാൽ അധർമ്മം ചെയ്യുന്നവന് കിട്ടുന്ന നരകലോകം ആ അധർമ്മകർത്താവിനെ പറ്റി പറയുന്നവരും പ്രാപിക്കേണ്ടതായി വരും എന്നുള്ള ധർമ്മത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉപദ്രവിച്ചവനെ അറിഞ്ഞിരുന്നാലും അവൻ്റെ പേര് അങ്ങ് പറയാതിരിക്കുന്നു. അതുതന്നെയാണ് ധർമ്മം. അല്ലെങ്കിൽ കൊല്ലുന്നവൻ കൊല്ലപ്പെടുന്നവൻ എന്ന സ്ഥാനഭേദം പ്രാണികൾക്ക് സിദ്ധിച്ചത് ഏതൊരു ദൈവത്തിൻ്റെ ശക്തി വിശേഷത്താലാണോ ആ ശക്തിയുടെ പ്രവൃത്തി സ്വരൂപം പ്രാണികളുടെ മനസ്സുകൊണ്ട് ഊഹിക്കാനോ വാക്കുകൊണ്ട് പറയാനോ സാധ്യമല്ല എന്നുള്ള സിദ്ധാന്തരൂപമായ ധർമ്മമാണ് അങ്ങയുടെ വാക്കിൻ്റെ സാരം. ധർമ്മദേവനായ അങ്ങയ്ക്ക് കൃതയുഗത്തിലുള്ള 4 പാദങ്ങളിൽ 3 അധർമ്മത്തിൻ്റെ അംശങ്ങളായ 3 പാദങ്ങളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ് തപസ്, ശൗചം, ദയ, സത്യം. ഈ 4 പാദങ്ങളിൽ 3 എണ്ണം, അതായത് തപസ്, ശൗചം, ദയ, ഇവ 3 അധർമ്മ പാദങ്ങളാൽ ആക്രമിക്കപ്പെട്ട് നശിച്ചു പോയിരിക്കുന്നു. ആ 3 പാദങ്ങൾ ഗർവം, സംഘം, മതം ഇവയുടെ ആക്രമണത്താൽ 3 പാദം നഷ്ടപ്പെട്ടിരിക്കുന്നു. തപസ്സിൻ്റെ സ്ഥാനത്തിൽ ഗർവവും, ശൗചത്തിൻ്റെ സ്ഥാനത്തിൽ സംഘവും, ദയയുടെ സ്ഥാനത്തിൽ മതവും കയറിയിരിക്കുന്നുവെന്ന് സാരം. ഹേ ധർമ്മദേവ, ഇപ്പോൾ നിനക്ക് ഒരു പാദം മാത്രമുണ്ട്, അത് സത്യമാകുന്നു. ആ ഒരു കാൽ കൊണ്ട് കഷ്ടപ്പെട്ട് സ്വരൂപത്തെ നിലയ്ക്ക് നിർത്തേണ്ടതായ പ്രയാസം നിന്നെ ബാധിച്ചിരിക്കുന്നു. എന്നാൽ ആ ഏകപാദമായ സത്യത്തെയും അധർമ്മത്തിൻ്റെ 4ാമത്തെ പാദമായ അസത്യത്താൽ അഭിവൃദ്ധിയെ പ്രാപിച്ചു വരുന്ന കലിസ്വരൂപനായ അധർമ്മമൂർത്തി അപഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗോരൂപിണിയായിരിക്കുന്ന ഭൂമിദേവിക്കുണ്ടായിരുന്ന മഹാഭാരത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നശിപ്പിച്ചിരുന്നു. ആ ഭഗവാന്റെ പാദകമലങ്ങളുടെ അടയാളങ്ങളായ പങ്കജാതിരേഖകൾ ശോഭനയായ ഈ ഭൂമിദേവിയുടെ 4 ഭാഗത്തും അലങ്കാരങ്ങളായി ശോഭിച്ചിരുന്നു. പതിവ്രതയായ ഈ ഭൂമിദേവിയെ ഇപ്പോൾ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഭാഗ്യമില്ലാത്ത എന്നെ രാജാക്കന്മാരുടെ വേഷം മാത്രം ധരിച്ച് പ്രജാദ്രോഹവും വഞ്ചനയും ചെയ്യാനൊരുങ്ങിയവരുമായിട്ടുള്ളവർ സ്വാധീനപ്പെടുത്തുമെന്നോർത്ത് കരഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇപ്രകാരം മഹാരഥനായ പരീക്ഷിത് മഹാരാജാവ് ധർമ്മദേവനെയും ഭൂമിദേവിയെയും നല്ല വാക്കുകൾ പറഞ്ഞാശ്വസിപ്പിച്ച ശേഷം അധർമ്മത്തിന് കാരണമായ കലിയെ ഹിംസിക്കാനായി മൂർച്ചയുള്ള വാളെടുത്ത് പിടിച്ചു. രാജാവ് തന്നെ ഹനിക്കാൻ നിശ്ചയിച്ചുവെന്നറിഞ്ഞപ്പോൾ കലി രാജവേഷത്തെ ഉപേക്ഷിച്ചു. ഭയാധിക്യം നിമിത്തം പരവശനായി രാജാവിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. പാദങ്ങളിൽ വീണിരിക്കുന്ന കലിയെ കണ്ടിട്ട് ദുഃഖിതന്മാരിൽ വാത്സല്യമുള്ളവനും കീർത്തിമാനും ശരണം പ്രാപിക്കുന്നവരെ സംരക്ഷിക്കുന്നവനുമായ പരീക്ഷിത് മഹാരാജാവ് വധിച്ചില്ല. മന്ദഹാസം ചെയ്യുന്നവനെന്ന മട്ടിൽ ഇപ്രകാരം പറഞ്ഞു: അർജുനന്റെ കീർത്തിയെ നിലനിർത്തുവാൻ ബാധ്യസ്ഥന്മാരായ ഞങ്ങളുടെ നേരെ അഞ്ജലീബന്ധം ചെയ്തു നിൽക്കുന്ന നിനക്ക് അല്പവും ഭയം വേണ്ട. ഞങ്ങൾ നിന്നെ നിശ്ചയമായും ഹിംസിക്കുകയില്ല. നമ്മുടെ രാജ്യത്തിൽ ഒരു വിധത്തിലും നീ ഇനി ഇരിക്കരുത്. നീ അധർമ്മത്തിൻ്റെ ബന്ധുവാണല്ലോ.
രാജാക്കന്മാരുടെ ശരീരങ്ങളിൽ നിവസിക്കുമ്പോൾ ലോഭം, അസത്യം, ചോരണം, മര്യാദയില്ലായ്മ, സ്വധർമ്മത്യാഗം, ലക്ഷ്മീകരമല്ലാത്ത വ്യാപാരം, കപടം, ഡംഭം മുതലായ അധർമ്മ സമൂഹം അവർ നിന്നെ അനുസരിക്കുമ്പോൾ നീ അവരെ ബാധിക്കുന്നു. ആയതുകൊണ്ട് അല്ലയോ അധർമ്മബന്ധോ, ധർമ്മത്തോടും സത്യത്തോടും കൂടി ഇരിക്കേണ്ടതായ ബ്രഹ്മാവർത്ത ദേശത്തിൽ നീ ഇനി ഇരിക്കരുത്. ഈ ദേശത്തിൽ യാഗത്തെ നന്നായി നടത്തുവാൻ അറിവുള്ള മഹാന്മാർ യാഗം ചെയ്ത് യാഗഫലദാതാവായ യജ്ഞേശ്വരനെ പൂജിക്കുന്നുണ്ട്. യാഗസ്വരൂപനും മഹിമയേറിയവനുമായ ശ്രീഹരിയെ ഈ ബ്രഹ്മാവർത്ത ദേശവാസികൾ യാഗങ്ങൾ കൊണ്ട് പൂജിക്കുന്നു. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പൂജിക്കുന്നവർക്ക് അവരവർ ആഗ്രഹിക്കുന്ന ഫലങ്ങളെയും ക്ഷേമത്തെയും നൽകുകയും ചെയ്യുന്നു. പരീക്ഷിത് മഹാരാജാവിനാൽ ഈ വിധം കൽപ്പിക്കപ്പെട്ട ആ കലി പേടിച്ചു വിറച്ചുകൊണ്ട് ലോകം നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന യമൻ എന്ന പോലെ തന്നെ സംഹരിക്കാൻ വാളുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: സർവഭൂമിക്കും അധിപനായിരിക്കുന്ന മഹാരാജാവേ, അങ്ങയുടെ അധികാരസ്ഥലത്തിൽ വസിക്കരുതെന്ന് ആണല്ലോ. ആ അധികാരസ്ഥലത്തിൽ വസിക്കരുതെന്നല്ലേ കൽപ്പന? ഏത് ഭാഗത്തും അമ്പും വില്ലും ധരിച്ച് സഞ്ചരിക്കുന്ന അങ്ങയെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ എവിടെയാണ് വസിക്കേണ്ടത്? ധർമ്മം നടത്തുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ മഹാരാജാവേ, അങ്ങയുടെ ആജ്ഞയെ പരിപാലിച്ചുകൊണ്ട് പേടി കൂടാതെ ഞാൻ ഇരിക്കേണ്ടതായ സ്ഥാനം ഏതാണെന്ന് എന്നോട് അരുളി ചെയ്യണം. ചൂതുകളി, മദ്യപാനം, സ്ത്രീസേവ, പ്രാണിവധം എന്നീ 4 വിധം അധർമ്മസ്ഥാനങ്ങളിൽ നിനക്ക് വസിക്കാം. ഇങ്ങനെ 4 സ്ഥാനങ്ങളിൽ നിന്റെ 4 ഗുണങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് വസിക്കാവുന്നതാണ്. 4 ഗുണങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് വസിക്കുവാൻ തക്കതായ ഒരു സ്ഥാനത്തെ നൽകണമെന്ന് വീണ്ടും യാചിക്കുന്ന കലിയോട് പ്രഭുവായ മഹാരാജാവ് സ്വർണം വാസസ്ഥാനമായിട്ട് അനുവദിച്ചു കൊടുത്തു. അതിനെ നിമിത്തീകരിച്ച് ആ സ്വർണത്തെ നിമിത്തമാക്കിയിട്ട് അസത്യവചനം, അഹങ്കാരം, അത്യന്താസക്തി, ഹിംസ, 5ാമതായിട്ട് വൈരവും ഉദ്ഭവിക്കുന്നു. അസത്യാദികളായ അധർമ്മങ്ങളുടെ വിളനിലമായ കലി ഉത്തരയുടെ പുത്രനായ പരീക്ഷിത് മഹാരാജാവിൻ്റെ കൽപ്പനയെ പരിപാലിച്ചുകൊണ്ട് അദ്ദേഹം കൽപ്പിച്ചു കൊടുത്ത ഈ 5 സ്ഥാനങ്ങളിൽ വസിച്ചു. ആയതുകൊണ്ട് ഉത്കർഷത്തെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ കലിയുടെ അംശങ്ങളായ അസത്യം, മതം മുതലായ അധർമ്മങ്ങളെ ഒരിക്കലും സേവിക്കരുത്. വിശേഷിച്ച് ധർമ്മത്തെ സ്ഥാപിക്കാനായി ഭാരമേറ്റിരിക്കുന്നവനും ലോകങ്ങളുടെ പരിപാലനത്തിൽ അധിപതിയും ദുർമാർഗങ്ങളിൽ നടക്കുന്നവരെ ശാസിക്കാനുള്ള അധികാരിയുമായ രാജാവ് ഇവയെ സർവഥാ ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഋഷഭത്തിൻ്റെ നശിച്ചുപോയ 3 പാദങ്ങളായ തപസ്, ശൗചം, ദയ എന്നിവയെ വീണ്ടും യോജിപ്പിച്ചു. ഭൂമിയെയും നല്ല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇത്രത്തോളം മാഹാത്മ്യമുള്ള ഈ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പിതാമഹനായ ധർമ്മപുത്ര മഹാരാജാവ് കാട്ടിലേക്ക് പോകുവാൻ ആരംഭിച്ച സമയത്ത് കൊടുത്തതും രാജാക്കന്മാർക്കിരിക്കാൻ യോഗ്യവുമായ ധർമാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നു. കുരുവംശത്തിൽ ജനിച്ചവരിൽ ശ്രേഷ്ഠനും മഹാഭാഗ്യവാനും അധികരിച്ച കീർത്തിയെ നേടിയവനും ചക്രവർത്തിയും രാജശ്രേഷ്ഠനുമായ പരീക്ഷിത് മഹാരാജാവ് ഇപ്പോൾ ഹസ്തിനാപുരിയിലിരുന്ന് രാജ്യപരിപാലനം ചെയ്യുന്നു. അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത് മഹാരാജാവ് ഇപ്രകാരമുള്ള മഹിമയോടുകൂടിയവനാകുന്നു. അദ്ദേഹം ഭൂമിയെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് ഇത്. നിങ്ങൾക്ക് ദീർഘകാലം കൊണ്ട് അവസാനിക്കുന്ന ഈ സത്രത്തിനായി ദീക്ഷിച്ചിരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ മഹാരാജാവിൻ്റെ പരിപാലന മാഹാത്മ്യത്താൽ ആകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.